അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൈക്കുകുത്തിയാൽ താമരയ്ക്ക് വിരിയും എന്നുള്ള പ്രചരണം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ അത് പ്രതീക്ഷിക്കണമായിരുന്നു. തങ്ങളുടെ ഭാഗത്തുള്ള ഒരു LDF കൺവീനർ ഇതേപോലെ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒരു രഹസ്യമുണ്ട്, അതൊരു ബോംബായി പതിക്കാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായി കെ സുധാകരൻ ഉപയോഗിച്ചു. അത് BJPയും ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ കെ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ശരിവെച്ചതോടുകൂടി യഥാർത്ഥത്തിൽ വെട്ടിലായത് മുഖ്യമന്ത്രിയും മുന്നണിയുമല്ലേ, LDFും അല്ലേ? അല്ല, കൈക്ക് വോട്ട് ചെയ്താൽ താമരയ്ക്ക് എത്തുമെന്ന് നിങ്ങൾ പറയുന്നത് വെറും ഒരു ഞങ്ങളുടെ ഊഹാപോഹമല്ലല്ലോ. അരുണാചൽ പ്രദേശിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏറ്റവും വലിയ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. 10 സീറ്റുകൾ മത്സരിക്കാതെ BJPക്ക് നൽകിയിരിക്കുന്നു. ഒരു MPയെ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് മത്സരിക്കാൻ വേണ്ടി നിന്ന സ്ഥാനത്ത് ആ സീറ്റ് ചോദിച്ചു വാങ്ങിയ കോൺഗ്രസ് ആ സീറ്റ് BJPക്ക് കൊടുക്കുന്നു. അതെല്ലാം ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന സംഭവവികാസമല്ലേ. അത് വെച്ചുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് ഇവിടെ പിന്നെ കൈക്ക് രേഖപ്പെടുത്തുന്ന വോട്ട് താമരക്കെത്തുമെന്ന്. അതും ഇതും തമ്മിൽ വല്ല ന്യായീകരണമുണ്ടോ, വല്ല താരതമ്യമുണ്ടോ? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും BJPയിലേക്ക് എത്ര നേതാക്കന്മാരെ പോയിരിക്കുന്നത്. 3 PCC അധ്യക്ഷന്മാര്, 13 മുഖ്യമന്ത്രിമാര്, 200ഓളം MLA-മാരെ. ശരിയാണ്, നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അപ്പോൾ LDF കൺവീനർ തന്നെ നേരിട്ട് ഒരു BJP മുതിർന്ന നേതാവുമായി ചർച്ച നടത്തിയ വിവരം പുറം ലോകം അറിയുന്നില്ല. അവിടെയാണ് സുധാകരൻ ചോദിക്കുന്നത്, ചായ കുടിക്കാൻ ഈ പ്രകാശ് ജാവദേക്കറിന് പോകാൻ ചായക്കടയല്ലല്ലോ ഈ EP ജയരാജന്റെ മകന്റെ ഫ്ലാറ്റ് എന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. EP ജയരാജനെ കാണാൻ ഇവർ തമ്മിൽ നേരിട്ട് മറ്റു ബന്ധങ്ങളൊന്നുമില്ലല്ലോ. നമുക്കറിയാവുന്ന ഒരു ബന്ധവും ഇവർ തമ്മിലില്ല. ചില വ്യവസായ ബന്ധങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ വേദകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് EP ജയരാജനുണ്ട് എന്നതിനും അപ്പുറത്തേക്ക് ഒപ്പം പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന EP ജയരാജന്റെ രാഷ്ട്രീയ സാഹചര്യവുമുണ്ട്. അപ്പോൾ പൊതുസമൂഹം വിശ്വസിച്ചു പോകും പ്രകാശ് മാസ്റ്റർ. അല്ല, അതിന് EP തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. BJPയിലേക്ക് പോകാൻ ഒരു കാൽ അപ്പുറം എടുത്ത് നിൽക്കുന്ന നേതാവാണല്ലോ ഈ പറയുന്ന KPCC അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് BJPയിലേക്ക് പോകാൻ ആരുടെയും ചീട്ട് വേണ്ട. എൻ്റെ ചെറുപ്പകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് RSSകാരുടെ ശാഖ സംരക്ഷിക്കലാണ് CPM-ൽ നിന്ന്. അതെല്ലാം പറഞ്ഞൊരു നേതാവ് BJPയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രചരണം വലിയ രൂപത്തിൽ നടക്കുമ്പോൾ അതിന് ഒരു മറുകണ്ഠം ചാടൽ എന്നതിനപ്പുറം ഇതിന് യാതൊരു ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ വിശേഷങ്ങളിലേക്ക് കൂടി വരാം. അതായത് പാർട്ടി EP ജയരാജനെ ഈ വിഷയത്തിൽ സംരക്ഷിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതല്ല മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ ജാഗ്രത EP ജയരാജന് വേണമെന്ന നിലപാടാണോ പാർട്ടിക്കുള്ളത്? അല്ല, ഇതിൽ ഏതാണ് നിലപാട് എന്നതിനെ സംബന്ധിച്ച് ഒരാലോചന നടത്തിയിട്ട് പറയേണ്ടത് പാർട്ടിയാണ്. അതിൽ പറയാനുള്ള ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ വേണമോ തീരുമാനിക്കുന്ന പാർട്ടിയാണ്. ശരി, ഒരു കാര്യം കൂടി ഇന്നത്തെ ദിവസമെങ്കിലും ഈ വിവാദം ഒരു തരത്തിലുള്ള ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ എന്ന് അങ്ങ് സമ്മതിക്കില്ലേ പ്രകാശ് മാസ്റ്റർ? അത് ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും BJPയും ചില മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് തയ്യാറാക്കിയ ഒരു അജണ്ടയാണിത് എന്നുള്ളതാണ് വസ്തുത. അത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അത് വേണ്ടത്ര ഫലിച്ചിട്ടില്ല എന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പിനുള്ള ആളുകളുടെ പോളിംഗ് കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതായത് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ പോലെ 77% മുകളിലേക്ക് പോകാതിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു തരംഗം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ രാഷ്ട്രീയ തരംഗം പോലെ ഒരു തരംഗം 2024 ഇല്ല എന്നാണ് പ്രകാശ് മാസ്റ്റർ പറയുന്നത്. അല്ല, എന്തായാലും ഒരു കോൺഗ്രസ് അനുകൂല തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണല്ലോ. ഒരു കാരണവശാലും കോൺഗ്രസ് അനുകൂലമായിട്ടൊരു തരംഗം കേരളത്തിലില്ല എന്നുള്ളത് ബൂത്തുകളെ ശ്രദ്ധിക്കുന്ന ആർക്കും തന്നെ പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, Debate with Arun Kumar.